രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം സംസ്ഥാനമെങ്ങും വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുകയാണ്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ കാലിക്കടവ് മൈതാനത്തെ എന്റെ കേരളം വിപണന പ്രദർശന മെഗാമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 4ാം വാർഷികാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ജില്ലാതല ഉദ്ഘാടനവും സംയുക്തമായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഏപ്രിൽ 21 ആരംഭിച്ച എന്റെ കേരളം പ്രദർശന വിപണനമേള മികച്ച ജനാഭിപ്രായങ്ങളോടെ മുന്നോട്ട് പോവുകയാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മേളയ്ക്കായി 73,923 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലുള്ള പന്തലാണ് മൈതാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ 45,940 സ്ക്വയർ ഫീറ്റ് ഭാഗം എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകളും പ്രദർശന പവലിയനുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് കൂടുതൽ ആസ്വാദ്യകരമായി മാറുന്നുണ്ട്. +151 സർക്കാർ സ്റ്റാളുകളും 45 കൊമേഴ്ഷ്യൽ സ്റ്റാളുകളുമായി ആകെ 196 സ്റ്റാളുകളാണ് മേളയിലുള്ളത്. കാർഷിക പ്രദർശനത്തിനും ഡോഗ് ഷോയ്ക്കുമായി 6000 സ്ക്വയർ ഫീറ്റിന്റെ നോൺ AC പന്തലുകളും 8000 സ്ക്വയർ ഫീറ്റിന്റെ വലിയ വേദിയുമാണ് ഒരുക്കിയിട്ടുള്ളത്. മേളയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ഫുഡ് കോർട്ടിനായി 10,000 സ്ക്വയർ ഫീറ്റ് സ്ഥലം നീക്കിവെച്ചിട്ടുണ്ട്. കൂടാതെ 1610 സ്ക്വയർ ഫീറ്റിൽ ബയോ ടോയ്ലറ്റും കുട്ടികൾക്കായി പ്രത്യേക ചിൽഡ്രൻസ് സോണും അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. INPRDയുടെ ടീം പവലിയൻ 2500 സ്ക്വയർ ഫീറ്റിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടുകൾ, കലാപരിപാടികൾ, പുസ്തകമേളകൾ, കാർഷിക പ്രദർശനങ്ങൾ, ഹരിത കേരള മിഷന്റെ ഇൻസ്റ്റലേഷൻ എന്നിവ മേളയുടെ മിഴിവ് വർദ്ധിപ്പിക്കുന്നു. പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാകുന്ന രീതിയിലാണ് മേളയുടെ ക്രമീകരണങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അത്യാധുനിക സംവിധാനങ്ങളോടെ തയ്യാറാക്കിയ ശീതീകരിച്ച പവലിയനിലാണ് എന്റെ കേരളം എന്ന പേരുള്ള പ്രദർശന വിപണനമേള നടക്കുന്നത്. പ്രദർശന വിപണനമേളയിൽ 200-ലധികം ശീതീകരിച്ച സേവന വാണിജ്യ സ്റ്റാളുകൾ, ഭക്ഷ്യമേള, സിനിമ പ്രദർശനം, ടീം സ്റ്റാൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന വിഷയങ്ങളിലുള്ള സെമിനാറുകൾ എല്ലാ ദിവസവും നടക്കുന്നുമുണ്ട്.
എല്ലാ ദിവസവും പ്രധാന വേദിയിൽ കേരളത്തിലെ പ്രമുഖരായ കലാകാരന്മാർ അണിനിരക്കുന്ന കലാസന്ധ്യയും അരങ്ങേറുന്നുണ്ട്. പ്രദർശന വിപണന മേളയുടെ ഏകോപനം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് നിർവഹിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് കിഫ്ബിയാണ്. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾക്ക് പുറമെ ജനങ്ങളെ ആകർഷിക്കുന്നതിനായി വിപണന സ്റ്റാളുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വകുപ്പുകളുടെ സ്റ്റാളുകളിൽ സർക്കാരിന്റെ 9 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും പ്രദർശിപ്പിക്കുന്നുമുണ്ട്. 2500 ചതുരശ്ര അടിയിൽ IPRDയുടെ തീം പവലിയൻ ഒരുക്കിയിട്ടുമുണ്ട്. കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവരുടെ ഫുഡ് കോർട്ടുകൾ ജനങ്ങളെ ഈ പരിപാടിയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നുണ്ട്. വൈവിധ്യങ്ങളും വ്യത്യസ്തങ്ങളുമായ രുചിക്കൂട്ടുകളാണ് കുടുംബശ്രീ ഭക്ഷ്യമേളയിൽ ഒരുക്കിയിരിക്കുന്നത്. വിവിധ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ മിഴിവ് കൂട്ടുന്നു. ഹരിത കേരള മിഷന്റെ പ്രവർത്തനം സംബന്ധിച്ച ഇൻസ്റ്റലേഷൻ മേളയുടെ മറ്റൊരു പ്രത്യേകതയാണ്. സ്റ്റാർട്ടപ്പ് മിഷൻ, ടൂറിസം, കിഫ്ബി, സ്പോർട്സ് എന്നിവയ്ക്ക് പവലിയനിൽ പ്രത്യേക ഇടമുള്ളതും ജനങ്ങളിൽ വ്യത്യസ്തമായ അനുഭവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. KSFDCയുടെ മിനി തിയേറ്ററും ഇവിടെയുണ്ട്. പോലീസിന്റെ ഡോഗ് ഷോ, കാരവൻ ടൂറിസം, മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രദർശനം എന്നിവ പവലിയന് പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ കലാകാരന്മാരുടെ ലൈവ് ഡെമോൺസ്ട്രേഷനും ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ മേള ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത വകുപ്പുകൾ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല യോഗങ്ങളും പരിപാടിയുടെ ഭാഗമായി നടക്കുന്നത് ജനങ്ങളെ ആകർഷിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ ഇത്തരം പരിപാടികളിലൂടെ എന്റെ കേരളം വിപണന പ്രദർശന മേള മറ്റൊരു സവിശേഷ പ്രാധാന്യമറിയിക്കുന്ന മേളയായി മാറുകയാണ്. പ്രായഭേദമന്യേ ഏവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കലാപരിപാടികളും ഏവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള സെമിനാർ പരിപാടികളുമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള സെമിനാറുകളാണ് ഓരോ സെഷനിലും നടന്നു വരുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കാസർഗോഡത്തെ ഈ സെമിനാറുകളിൽ പങ്കെടുക്കാനും ഇവ കാണുവാനും വ്യാപാര വിപണന പ്രദർശന മേള കണ്ടാസ്വദിക്കാനും ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. വ്യാപാര വിപണന പ്രദർശന മേളയിൽ അത്യധികം വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും മികച്ച സംഘാടനത്തിലൂടെ പരിപാടി സുഗമമായി നടത്തുകയാണ്. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാൻ കാലിക്കടവിലേക്ക് ഒഴുകിയെത്തുന്ന ജനം സർക്കാരിന്റെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് കരുതലാകുമെന്നും കരുത്താകുമെന്നുമാണ് ജനപ്രതിനിധികൾ ഒന്നടങ്കം പറയുന്നത്.